അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി വ്ളോഗൊക്കെ ആയിട്ട് വരാഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് നോമ്പൊക്കെ അല്ലേ, കുറച്ച് തിരക്കും ക്ഷീണവും ഒക്കെ കാരണമാണ് നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നലത്തെ ഇഫ്താർ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വൈകുന്നേരം ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കനും ബീഫും ഒന്നും ഇല്ല. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഉമ്മ ഇവിടെ പുറത്ത് ചൂടുവെള്ളത്തിന് തീയിടാനായിട്ട് ഓലയിൽ തീ എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്താണ് നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കുന്നത്. പുറത്തൊരു ബാത്റൂം ഉണ്ട്, അവിടെയാണ്. കുട്ടികൾക്കും ഉമ്മക്കൊക്കെ ചൂടുവെള്ളം വേണം. എത്ര ചൂടാണെങ്കിലും ഉമ്മ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയിൽ നിന്ന് മുട്ട വെച്ചിട്ടുള്ള കുറുമയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി സ്നാക്കും കൂടെ ഞാനിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കറിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലോട്ട് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഇവിടെ മുട്ടയും വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള വഴറ്റുന്നതിനിടയ്ക്ക് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ടുള്ള പേസ്റ്റാണ് ഈ കറിയിലോട്ട് വേണ്ടത് കേട്ടോ. ഇഞ്ചി ചെറിയ കഷ്ണം മതിയാവും. പച്ചമുളക് ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. വലിയതല്ല, ചെറിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കറിയിലോട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാദ്യം 2-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി വയന്ന് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ 2-ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-ാം പാൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. ഇതിലോട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ ഒരു മുട്ട തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ മുട്ട നന്നായിട്ട് വെന്ത് വരെയും വേണം. ഇനി ഇതാ നമ്മൾ കുറച്ച് പാത്രങ്ങളായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ 1-ാം പാലാണ് നമ്മളപ്പുറം മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കുറച്ചാവുമ്പോൾ കഴുകിയെടുത്താൽ നോമ്പ് തുറന്നിട്ട് നമുക്ക് കുന്നുപോലെ ആവുന്നത് കുറച്ചെങ്കിലും തടയാൻ പറ്റും. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് എന്തായാലും പാത്രങ്ങൾ ഉണ്ടാവും, കുറച്ചെങ്കിലും നമുക്ക് കുറക്കാൻ പറ്റും ഇതുപോലെ കഴുകി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ദാ നമ്മുടെ കറിയിലോട്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളക്കേറി വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്തിട്ടാൽ മതിയാവും.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ട സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. X65 ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഈ കറിയിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിള കയറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എഗ് വൈറ്റ് നമ്മൾ ഇതുപോലെ കുനുകുനാ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക്കും അതുപോലെ തന്നെ പച്ചമുളകും കൂടി അടിച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പം ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കച്ചപ്പായാലും കുഴപ്പമില്ല, സോസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡ് ചില്ലി പൗഡറും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് വേണ്ടത് കടലമാവാണ്. അപ്പോൾ കടലമാവ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ആവശ്യാനുസരണം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ മൈദമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലമാവിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളിങ്ങനെ കുഴച്ച് നോക്കണം, കൈകൊണ്ട് കുഴച്ച് നോക്കിയിട്ട് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇടണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കടലപ്പൊടി. അതാ ഞാനൊരു ടീസ്പൂൺ അളവിൽ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് അല്പം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എഗ് വൈറ്റ് മാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു മാവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരല്പം 1-2 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അപ്പം നന്നായിട്ട് എല്ലാം കൂടി നല്ല മിക്സായിട്ട് കിട്ടണം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. അപ്പോൾ ഉള്ളി അങ്ങനത്തെ വഴറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്നിട്ട് വേണം അത് കട്ട് ചെയ്യുക പോലും വേണ്ട. അപ്പോൾ നമ്മുടെ സ്നാക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പൊരിച്ചെടുക്കേണ്ട രീതി കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കുറച്ചിങ്ങനെ അമർത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം എഗ് വൈറ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ഒരു വിട്ട് ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് കുറച്ചൊന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തിട്ട് വേണം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ദാ ഞാനൊരു 3-4 മുട്ട വീണ്ടും വേവാനായിട്ട് വെച്ചിട്ടുണ്ട്, കറിയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഫുള്ളായിട്ടുള്ള മുട്ട തന്നെ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാ സർബത്ത് റെഡിയാക്കിയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ സർബത്ത് റെഡിയാക്കുന്നത്. എല്ലാ ദിവസവും കസ്കസൊക്കെ ചേർത്തിട്ടല്ലേ, അപ്പോൾ ഇന്ന് കസ്കസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ വത്തക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. വത്തക്ക മാത്രം കേട്ടോ, ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വത്തക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് അടിഞ്ഞു കിട്ടിയാൽ മതി. വത്തക്ക മിക്സിയിലിട്ട് അടിച്ചത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വത്തക്ക കൊത്തി അരിഞ്ഞതും പിന്നെ ഇതാ ഒരു മുസോമ്പി ഇതിലോട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. മുസോമ്പിയോ ഓറഞ്ചോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഉമ്മ ഇതെവിടെ വെണ്ടക്ക കറി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഒരു ഡ്രൈ ആയിട്ടുള്ള കറി അല്ല, എന്നാൽ നല്ല വെള്ളമായിട്ടുള്ള കറിയും അല്ല, ആ ഒരു രീതിയിലുള്ള കറിയാണ് ഉമ്മ വെക്കുന്നത്. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിയുടെ കൂടെ സൈഡായിട്ട് കഴിക്കാനാണ്. ചിലപ്പം ഉമ്മ ചോറ് കഴിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനോ പത്തിരിയുടെ കൂടെ കഴിക്കാനോ അത്തായത്തിനും അതുപോലെ തന്നെ മുത്തായത്തിനും വേണ്ടിയിട്ടാണ് പച്ചക്കറി വെക്കുന്നത്. പിന്നെ മുട്ടയുടെ കറിയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ ഇതാ ഞാനിവിടെ ഗ്രേപ്പ് ജ്യൂസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരി ഉമ്മ ചുട്ടെടുത്തായിരുന്നു കേട്ടോ. കറിയും 2 വിധം കറിയും കൂടെ നമുക്ക് നോമ്പ് തുറക്കുന്ന മുമ്പ് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ്. ലാസ്റ്റൊക്കെ അല്ലേ, അപ്പം മടി പിടിച്ചിട്ടൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഒരു സ്നാക്കും സിമ്പിളായിട്ടുള്ള സ്നാക്കും ഒക്കെ റെഡിയാക്കുകയാണ് ഇപ്പം. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതും. ഭയങ്കര ക്ഷീണവും അല്ലേ ഇപ്പോഴത്തെ നോമ്പിനൊക്കെ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അതാ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വത്തക്ക വെള്ളം എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് ടൊമാറ്റോ കച്ചപ്പിൽ ഇങ്ങനെ മുക്കി കഴിക്കുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.